പടം കൊല്ലൂലാണ്. അത് ഒരുമാതിരി പോകണം, എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കിടന്ന് ഉറങ്ങിയല്ലോ. കൊല്ലൂലാണ്. 2 ദിവസം കൂടി പോകും. ഇല്ല, കഥയില്ല, ഒരേ വെട്ടും കുത്തും ഒക്കെ കാണിക്കും. ഈ പടം ആരും പറഞ്ഞാണില്ലാണ്. ഒന്നും കൊള്ളൂല, കഥയേ ഇല്ല. ഈ പടം സെക്കൻഡ് പാർട്ട് എടുക്കാൻ നിർമ്മാതാവ് ഉണ്ടെങ്കിൽ എടുക്കും. പടം കൊള്ളൂലാണ്. എല്ലാ പടത്തിലുണ്ടായവരെല്ലാം ഇൻട്രോലിന് ഇറങ്ങിപ്പോയി. ഞാൻ ഒരു 4-5 പേരെ ഉണ്ടല്ലോ, കുറേ സ്കൂൾ പിള്ളേരൊക്കെ വന്നു. അവരെല്ലാം ഇൻട്രോലിൽ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഇല്ല, പടം കുഴപ്പമില്ല ബ്രോ. അല്ല ബ്രോ, അന്ധകാര കൊള്ളത്തില്ല ബ്രോ. ഒരുമാതിരി ഒരു കാര്യം തന്നെ മൊത്തം തീരം വരെയും, അതുപോലെ BGM ആയതുകൊണ്ട് ഒരേ BGM. പടം കൊള്ളത്തില്ല. കണ്ടോണ്ടിരിക്കാനും അത്ര വലിയ കഥയായിട്ടൊന്നുമില്ല. ഒരു കൊലപാതകം തന്നെ കാണിച്ചു. പടം വന്നിട്ട് ഭയങ്കര ശോകമാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരേപോലെ ഓറാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. സിനിമയിൽ പിടിച്ചിരുത്താൻ കണക്കിനൊന്നുമില്ല. ഉറങ്ങി. ഒരു BGM ഒക്കെ വളരെ മോശമാണ്. ഒരു BGM തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഡയലോഗൊന്നുമില്ല. എല്ലാം BGMൻ്റെ കളിയാണ്. തിരിച്ചവരൊന്നും ആവറേജാണ്. കാരണം വെച്ചാൽ കഥ എത്ര പോരാ ബ്രോ. അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മേക്ക് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ BGM കുത്തി കയറ്റുന്നുണ്ട്. അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി ബ്രോ. ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. യു കുഡ് ഹാവ് ഡൺ ബെറ്റർ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്റ്റോറി പോരാ. അതിൻ്റെ ആ ഒരു കൊല്ലുന്നതും കാര്യങ്ങളൊക്കെ പഞ്ച് പോരാ, അത്ര തന്നെ. അത് ബാക്കിയുള്ള ഓഡിയൻസിന് മനസ്സിലാവും. ഒരിക്കലും ആരും കാണരുതെന്നേ പറയത്തുള്ളൂ. ഒരിക്കലും ഇല്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രതീക്ഷ പോയ ഒരു സംഭവമൊന്നുമില്ല. ഞാൻ ട്രെയിലറിന് കാണാതെ പോയതാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു പേര് കണ്ട് വാസുദേവ് സനൽ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ പേര് കണ്ടിട്ട് പോയതാണ്. പ്രിയം അങ്ങനത്തെ സിനിമകളെല്ലാം എടുത്ത പുള്ളിക്കാരൻ എന്നുള്ള രീതിക്ക് കയറിയതാണ്. ഒന്നും ഇല്ല, അതാണ് ടിപ്പിക്കലി പറയുള്ളൂ. ഒന്നുമില്ല, കഥയെന്ന് പറയുന്ന സാധനമില്ല. ചുമ്മാ ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ളൊരു പാഠം മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാൻ. അടുന്നെങ്കിൽ ആദ്യം ഇത് ഓടം നോക്കട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യമുള്ളൂ. ഒരുപക്ഷെ ഇതിലും വധം പടങ്ങൾ കാണും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വധം പടം ഇതാണ് കേട്ടോ. പക്ഷെ കഥയില്ല, ഉറങ്ങണമെന്നുണ്ട്, അത് ലാഗുമാണ്. ലാഗിൽ എന്താണെന്ന് വെച്ചാൽ എന്താ കൊല്ലുന്നത് ആസ്വദിക്കുന്ന ഒരു സിനിമ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അത് മാത്രമല്ല, ഞാൻ ഒരു കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ ചതിക്കാത്ത ചന്തു സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ 2 പ്രേതമുണ്ട്, തമ്മിൽ വെടിവെച്ച് ചത്ത് കളിക്കുന്നൊരു തന്നെ. അതേപോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്ത് സാധനമാണെന്ന് ആ കഥ എന്താണെന്നെങ്കിലും കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ. ഞാൻ ഒന്ന് കാണും. കൊള്ളാം. നമ്മൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഡയറക്ടർ നല്ല ബ്രില്യൻ്റ് ആണ്. കാരണം ഉറങ്ങാതിരിക്കാൻ വേണ്ടി BGM ഇങ്ങനെ നമ്മളിങ്ങനെ പൊട്ടിത്തെറിപ്പിച്ച് നമ്മളെ പേടിപ്പിച്ച് ഉണർത്തിയിരിക്കുന്ന രീതിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. കൊള്ളാം. പിന്നെ ഭയങ്കര വെയിറ്റിംഗ് ആണ്.